ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൺവല്യൂഷൻ. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മാറ്റ്ലാബ് യൂസ് ചെയ്ത് എങ്ങനെ കൺവല്യൂഷൻ എന്ന പ്രോസസ്സ് ചെയ്യാം. സോ കൺവല്യൂഷൻ ബേസിക്കലി രണ്ട് ടൈപ്പ് ഉണ്ട്. ലീനിയർ കൺവല്യൂഷനും ഉണ്ട്, സർക്കുലർ കൺവല്യൂഷനും ഉണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ കൺവല്യൂഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. ലീനിയർ കൺവല്യൂഷൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു LTI സിസ്റ്റം, അതായത് ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. കൺവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ഒരു LTI സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് എക്സ് ഓഫ് എന്നും അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എന്നും ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഇപ്പോൾ വൈ ഓഫ് എൻ കിട്ടണമെങ്കിൽ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോഡിങ് നോക്കാം. മാറ്റ്ലാബ് നമ്മൾ ഓപ്പൺ ചെയ്യാം. ദെൻ ഒരു ന്യൂ സ്ക്രിപ്റ്റ് ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. സോ CLC ക്ലോസ് ഓൾ ക്ലിയർ ഓൾ. സോ നെക്സ്റ്റ് ഞാൻ കൺവല്യൂഷൻ ചെയ്യണമെങ്കിൽ എനിക്ക് രണ്ട് സിഗ്നൽസ് അല്ലെങ്കിൽ രണ്ട് സീക്വൻസ് വേണം. ഒരു എക്സ് ഓഫ് എന്നും ഒരു എച്ച് ഓഫ് എന്നും. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ് ഈക്വൽ ടു ഇൻപുട്ട് enter the sequence x. അപ്പോൾ ഞാൻ ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് യൂസറിന് ഡിസ്പ്ലേ ആവും. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് കമാൻഡ് വിൻഡോയിൽ നമ്മളടുത്ത് ചോദിക്കും എൻ്റർ ദ സീക്വൻസ് എക്സ് എന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സീക്വൻസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, അത് ഇൻപുട്ടായിട്ട് റിസീവ് ചെയ്ത് ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് ഈ ലൈനിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് നമ്മൾ എൻ്റർ ചെയ്യും. ദെൻ നമുക്കിനി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഒരു സീക്വൻസ് എൻ്റർ ചെയ്യണം. സോ എച്ച് ഈക്വൽ ടു അടുത്ത ഇൻപുട്ട്. സോ ഇൻപുട്ട് സെയിം തന്നെ എൻ്റർ ദ സീക്വൻസ് എച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ രണ്ട് സീക്വൻസസ് എൻ്റർ ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തു. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എക്സ് എച്ച് എന്ന് പറഞ്ഞ രണ്ട് വേരിയബിളിലേക്ക് നമ്മുടെ രണ്ട് സീക്വൻസുകൾ സ്റ്റോർ ചെയ്യും. ഇനി അടുത്തത് എനിക്കിത് രണ്ടും പ്ലോട്ട് ചെയ്ത് കാണണം. ഓക്കെ, ഈ രണ്ടും ഒരു സിംഗിൾ വിൻഡോയിൽ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാ? സബ് പ്ലോട്ട് അല്ലേ. നമുക്ക് സബ് പ്ലോട്ട് യൂസ് ചെയ്യാം. എൻ്റെ സബ് പ്ലോട്ട് ഞാനിപ്പോൾ 2,2,1. ഓക്കെ, അതായത് ഇതെൻ്റെ വിൻഡോനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഈ ഫസ്റ്റ് പൊസിഷനിൽ ഇപ്പം എനിക്ക് ഏതാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് പ്ലോട്ട് ചെയ്യും. സോ ഞാനിവിടെ സ്റ്റെം എന്ന് പറഞ്ഞ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡിസ്ക്രീറ്റ് ആയിട്ടാണ് എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെം ഓഫ് എക്സ് കൊടുക്കാം. ഫസ്റ്റത്തെ സീക്വൻസ് ഡിസ്പ്ലേ ചെയ്ത് തരാം. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ സേവ് ചെയ്തു. കമാൻഡ് വിൻഡോയിൽ ചോദിക്കുന്നുണ്ട് എൻ്റർ ദ സീക്വൻസ് എന്ന്. അപ്പോൾ സീക്വൻസ് എനിക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. 1 2 3 4. ഇപ്പോൾ സീക്വൻസ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സ്പേസസ് കൊടുത്തിട്ട് വേണം സീക്വൻസ് എൻ്റർ ചെയ്യാൻ. ഓക്കെ, ദെൻ എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിച്ചു എൻ്റർ ദ സീക്വൻസ് എച്ച് ഞാൻ എൻ്റർ ചെയ്യാം. 5 6 7 8. നമുക്ക് ഇഷ്ടമുള്ള സീക്വൻസ് എൻ്റർ ചെയ്യാം. സോ എൻ്റർ ചെയ്തു. കണ്ടോ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ് എന്ന് പറയുന്ന സിഗ്നൽ ഡിസ്ക്രീറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് വന്നു. ഞാൻ അതിന് മാത്രമേ ഇപ്പോൾ സ്റ്റെം എന്ന് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് സിഗ്നൽ മാത്രം പ്ലോട്ട് ചെയ്ത് വന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിനെ ലാബിലൊക്കെ ചെയ്യാം. നമുക്ക് ലാബിലൊക്കെ ചെയ്യാം. ലാബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ലാബിൽ വൈ ലാബിൽ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. എക്സ് ലാബിൽ ഞാനിപ്പോൾ ടൈം കൊടുക്കാം. ദെൻ y ലേബലിൽ
എക്സ് ഓഫ് എന്ന് കൊടുക്കാം. ഓരോ തവണ റൺ ചെയ്യുമ്പോഴും നമ്മളെടുത്ത് ഇവിടെ സീക്വൻസ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടൈം എക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് സിഗ്നൽ പ്ലോട്ടായി. സോ അതിന് ടൈറ്റിലില്ല, അപ്പോൾ ടൈറ്റിൽ കൊടുക്കാം. സോ ടൈറ്റിൽ നമുക്ക് ഇൻപുട്ട് സിഗ്നൽ എന്ന് കൊടുക്കാം. എനിക്ക് എച്ച് പ്ലോട്ട് ചെയ്യണം. സോ ഇതുപോലെ എനിക്ക് ഇമ്പൾസ് സിഗ്നലും പ്ലോട്ട് ചെയ്യണം. സോ പൊസിഷൻ മാറ്റാം. 2 2 2ൽ എച്ച് പ്ലോട്ട് ചെയ്യണം. എക്സ് ലാബിൾ ടൈം വൈ ലാബിൾ എച്ച് ഓഫ് എൻ കൊടുക്കാം. സോ ഇൻപുട്ട് സിഗ്നൽ മാറ്റിയിട്ട് ഇമ്പൾസ് സിഗ്നൽ ആക്കാം. ദെൻ റൺ ചെയ്യാം. സോ സീക്വൻസ് എൻ്റർ ചെയ്യാം. 1 2 3 4. നെക്സ്റ്റ് 5 6 7 8. സോ ഇപ്പോൾ എനിക്ക് എന്ത് വന്നു? എൻ്റെ ഇൻപുട്ട് സിഗ്നലും ഇമ്പൾസ് സിഗ്നലും പ്ലോട്ട് ചെയ്ത് ഡിസ്ക്രീറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇപ്പോൾ സ്റ്റെം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഡിസ്ക്രീറ്റ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ഇനി പ്ലോട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, ഞാൻ പ്ലോട്ട് ഒന്ന് കൊടുത്തു നോക്കാം. ഇവിടെ സ്റ്റെമ്മിന് പകരം നമ്മൾ പ്ലോട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്താലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. പ്ലോട്ട് കൊടുത്തു. സീക്വൻസ് എൻ്റർ ചെയ്യാം. 1 2 3 4 5 6 7 8. സോ കണ്ടോ, പ്ലോട്ട് ഇപ്പോൾ ഫസ്റ്റ് സിഗ്നലിൽ ഞാൻ സ്റ്റെം എന്ന കമാൻഡ് ചേഞ്ച് ചെയ്ത് പ്ലോട്ട് ആക്കിയപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് സ്റ്റെമ്മും പ്ലോട്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് ഡിസ്ക്രീറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു, ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ. പിന്നെ ഇവിടെ ചേഞ്ച് ചെയ്യാം. വീണ്ടും ഞാൻ സ്റ്റെം തന്നെ ആക്കി. ദെൻ ഇപ്പോൾ സിഗ്നൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. എനിക്കിനി കൺവല്യൂഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ലീനിയർ കൺവല്യൂഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം അല്ലേ? സോ ലീനിയർ കൺവല്യൂഷൻ കണ്ടുപിടിക്കാൻ മാത്ലാബിൽ ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്, കൺവ് എന്ന് പറഞ്ഞിട്ട്, CONV കൺവ്. അപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ടൻറ്റ് വേരിയബിൾ ഇപ്പോൾ y എന്ന് ഡിഫൈൻ ചെയ്തിട്ട് കൺവല്യൂഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോവുകയാണ്. സോ y ഈക്വൽ ടു CONV കൺവ് ഓഫ് എന്തിൻ്റെയൊക്കെ വേണ്ട, എക്സിൻ്റെയും എച്ചിൻ്റെയും വേണം. സോ x, h. ഇപ്പോൾ കൺവല്യൂഷൻ പെർഫോം ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് രണ്ട് സീക്വൻസസിൻ്റെ ലീനിയർ കൺവല്യൂഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മുടെ y എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. സോ ഇതിൻ്റെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. സോ ഇതിനെ പ്ലോട്ട് ചെയ്യാം. സോ സബ് പ്ലോട്ട് ഓഫ് 2, 2, 3. ഓക്കെ. ദെൻ സ്റ്റെം ഓഫ് y, then x ലാബൽ y ലാബൽ ടൈറ്റിൽ കൊടുക്കാം. സോ x ലാബലിനകത്ത് ടൈം കൊടുക്കാം. ദെൻ y ലാബലിനകത്ത് കൺവോൾവ്ഡ് സിഗ്നൽ കൊടുക്കാം. ഓക്കെ. സോറി, ടൈറ്റിൽ കൺവേർട്ട് സിഗ്നൽ y ലാബലിനകത്ത് നമുക്ക് y ഓഫ് n എന്ന് കൊടുക്കാം. y ലാബൽ y ഓഫ് n, ദെൻ ടൈറ്റിൽ കൺവേർട്ട് സിഗ്നൽ. സോ ഇനി ഇത് റൺ ചെയ്ത് നോക്കാം നമുക്ക്. സോ ആദ്യം നമ്മളോട് ചോദിച്ചു എൻ്റർ ദ സീക്വൻസ് ചോദിച്ചു. സോ 1
2 3 4 1 2 3 4 മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീക്വൻസ് എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ദെൻ അടുത്തത് 5 6 7 8. സോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എൻ ടൈം 1 2 3 4. ദെൻ ഇമ്പൾസ് സിഗ്നൽ എച്ച് ഓഫ് എൻ ടൈം 5 6 7 8 കേട്ടോ. 5 6 7 8. ദെൻ അത് രണ്ടും കൂടി കൺവോൾവ് ചെയ്തിട്ടുള്ള സിഗ്നലാണ് നമുക്കിപ്പോൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ കൺവല്യൂഷൻ മാറ്റ്ലാബിൽ പെർഫോം ചെയ്യുന്നത്. ഇവിടെ കൺവ് എന്നൊരു ഫങ്ഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. എന്നാൽ ഇത് യൂസ് ചെയ്യാതെ നമുക്ക്, അതായത് കോഡിങ് ചെയ്തിട്ടും നമുക്ക് ഈ ലീനിയർ കൺവല്യൂഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഐ ഹോപ്പ് ദ വീഡിയോ വാസ് യൂസ്ഫുൾ. Then thank you.